ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കിയിൽ ചേട്ടൻ്റെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ രാവിലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ട്. നല്ല മലനിരകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്ന് മൂടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ക്യാമറയിലൊക്കെ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ അടിച്ച് അങ്ങനെ ഞാൻ തണുപ്പൊക്കെ കൊണ്ട് പുറത്ത് നിൽക്കുവാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കണ്ടിരിക്കാൻ. കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ലപോലെ വെയിൽ വരും കേട്ടോ. വെയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൊക്കെ പാടെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. എൻ്റെ സൗണ്ടൊന്നും നല്ലതുപോലെ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടാവാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഈ സമയത്തൊക്കെ എനിക്ക് സൗണ്ട് ഒട്ടുമില്ല. അപ്പോൾ ചെറിയൊരു തേയില മോഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേസ്. അപ്പോൾ തേയിലത്തോട്ടത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് തേയിലയുടെ കായയാണ് കേട്ടോ. ഇത് നമുക്കിത് വിത്തായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് വിത്തായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തൈ കിട്ടും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊക്കെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. തേയിലയുടെ പൂവ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. തേയിലയുടെ പൂവ് ഇവിടെ ഉണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ പുതിയ വർഷമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ചങ്കമുത്തുമണികൾക്കും ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെയൊക്കെ നല്ലൊരു വർഷമാവട്ടെ നമ്മുടെ 2025. ചേട്ടൻ റീൽസ് എടുക്കുവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ ഞാനിങ്ങനെയൊക്കെ ഓരോ കോപ്രായം കാണിച്ചത്. ഫോട്ടോ എടുക്കുവാന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇത് പുള്ളിക്കാരൻ വീഡിയോ ആണ് എടുത്തതെന്ന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഗൈസ്. കുട്ടിക്കൊന്നുമില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മുട്ടാണ് കേട്ടോ. പക്ഷേ ഇതിന് സ്മെല്ലൊന്നുമില്ല. ഞാൻ വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഈ തളിരിലയാണ് നമ്മൾ പറിച്ചെടുത്തിട്ട് ഉണക്കി പൊടിച്ച് നമ്മുടെ തേയിലപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് നല്ല രസമുണ്ട് ഇത് നുള്ളി എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കിയും കണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കാനായിട്ട്. പിന്നെ മഴ സമയമൊക്കെ ആണെങ്കിൽ അട്ടകളുണ്ടാവും കേട്ടോ. നമ്മുടെ രക്തമൊക്കെ ഊറ്റിയെടുക്കുന്ന അട്ടകളുണ്ടല്ലോ. അട്ടയുടെ പേര് എനിക്കറിയത്തില്ല. ഒരു ചെറിയ സൈസ് അട്ട അതുണ്ടാവും. അപ്പോൾ നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം രാവിലെയൊക്കെ മഞ്ഞുണ്ടെങ്കിലും കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു 3 ഇല വെച്ചിട്ടാണ് നുള്ളി എടുക്കുന്നത് കേട്ടോ. നല്ല തളിരായിട്ടുള്ള ഇലയുണ്ടല്ലോ, അതാണ് നുള്ളിയെടുത്ത് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല കോട ഇറങ്ങി കിടപ്പുണ്ട്. ഇതൊക്കെ മഞ്ഞാണ് കേട്ടോ. നല്ല കോട മഞ്ഞുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ പോലെ കുറേയൊക്കെ ഞാൻ നുള്ളി പെറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇലകളൊക്കെ. നമുക്കിനി ഇതൊക്കെ ഉണക്കി പൊടിച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. കുറച്ചുകൂടിയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് ഒക്കെ ആവുന്ന മുറയ്ക്ക് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു തരുന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇടുക്കിയുടെ സൂപ്പർ തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നല്ല അടിപൊളി കിടുക്കാച്ചി പുതുപുത്തൻ സൂപ്പർ അടിപൊളി വീഡിയോസായിട്ട് വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.